ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പ്രാർത്ഥന അതൊരാഴമുള്ള ബന്ധത്തിൻ്റെ പേരാണ്. സ്നേഹിക്കുന്ന ദൈവവുമായി മനുഷ്യനുണ്ടാവേണ്ട ആത്മീയ ബന്ധം. ദൈവസ്വരം കേൾക്കുവാനും മനുഷ്യൻ തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുവാനും ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന വാക്കുകളുടെ പേരാണ് പ്രാർത്ഥന. സ്വർഗം മനുഷ്യൻ്റെ മുമ്പിൽ തുറക്കുന്നതും മനുഷ്യൻ തൻ്റെ മിഴികളും വാക്കുകളും ദൈവത്തിൻ്റെ മുമ്പിൽ അർപ്പിക്കുന്നതും പ്രാർത്ഥന വഴിയാണ്. ഒരുപക്ഷെ ദൈവത്തെയും മനുഷ്യനെയും ഒന്നിപ്പിക്കുന്ന ഏറ്റവും വലിയ ബന്ധത്തിൻ്റെ അടയാളവും പ്രാർത്ഥന തന്നെയാണ്. എന്നാൽ ഒരു നിർദ്ദേശം ക്രിസ്തു നന്നായി വെക്കുന്നുണ്ട് മനുഷ്യൻ്റെ മുമ്പിൽ. വാക്കുകളായി രൂപപ്പെടരുത് പ്രാർത്ഥന. അതൊരർത്ഥമായി, അനുഗ്രഹമായി, അതിനേക്കാളേറെ ആത്മീയതയായി രൂപപ്പെടേണ്ടിയിരിക്കുന്നു. ഒരുപാട് വാക്കുകൾ ഉച്ചരിക്കുന്നത് കൊണ്ട് പ്രാർത്ഥന കേട്ടു എന്ന് ചിന്തിക്കുന്ന മനുഷ്യർക്കുള്ള താക്കീത് കൂടിയാണത്. വാക്കുകളുടെ ഏറ്റവും വലിയ പ്രകടനത്തെക്കുറിച്ചല്ല, ചെറുവാക്കുകളും അനുഗ്രഹങ്ങൾക്ക് കാരണമാകുന്ന സമർപ്പണങ്ങളും പ്രാർത്ഥനകൾക്കുതകുന്നതാവട്ടെ. നമ്മുടെ ഹൃദയവിചാരങ്ങൾ അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ എത്ര ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കേണ്ടവരാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും ഏത് മനോഭാവത്തോടെ പ്രാർത്ഥിക്കണമെന്നും അവൻ്റെ മനസ്സിലുണ്ടാവേണ്ട മാനസികമായ അവസ്ഥകൾ എന്താണെന്നും ഏതു മനോഭാവം അവൻ്റെ നന്മകൾക്ക് കാരണമാകുന്നുവെന്നും പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന കൂടി ക്രിസ്തു ചേർത്ത് വെക്കുന്നുണ്ട്. ഒരുപക്ഷെ ആത്യന്തികമായി ഏതാണ് പ്രാർത്ഥന, എന്താണ് പ്രാർത്ഥന, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ക്രിസ്തു തന്നെ പഠിപ്പിച്ച പ്രാർത്ഥന. അത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാനും നമ്മുടെ ജീവിതത്തിലേക്കും ബലഹീനതകളിലേക്കും കുറവുകളിലേക്കും ആവശ്യങ്ങളിലേക്കും ഒരു ഓർമ്മകൾ ഉണ്ടാകുവാനും, ഒപ്പം ജീവിക്കുന്ന ചുറ്റുവട്ടത്തും മറ്റുള്ളവരെ നാം കാണേണ്ടതും അനുഗ്രഹിക്കേണ്ടതും അവരിൽ നിന്ന് നാം പ്രതീക്ഷിക്കേണ്ടതും അവർക്ക് നാം കൊടുക്കേണ്ടതും അവരോടുണ്ടാവേണ്ട നമ്മുടെ ജീവിതചര്യകളെക്കുറിച്ചും വ്യക്തമാക്കുന്നൊരു പ്രാർത്ഥന. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ദൈവവും മനുഷ്യനും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെയും ചേർത്തിണക്കുന്നതിനെ പ്രാർത്ഥനയെന്ന് തന്നെയാണ് പറയുന്നത്. ദൈവത്തെങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ മനുഷ്യരിലേക്ക് ഹൃദയവും മനസ്സും കരങ്ങളും ഒക്കെ ചേർത്ത് കൊടുക്കുവാൻ സാധിക്കുന്നിടത്ത് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എത്ര അന്തസ്സത്തുള്ളതായി മാറുന്നു. ഈ നോമ്പ് കാലം കാപട്യമില്ലാത്തൊരു പ്രാർത്ഥനയുടെ അടയാളമായി നമ്മളും രൂപപ്പെടട്ടെ. വാക്കുകൾക്കതീതമായി ജീവിതം അർത്ഥപൂരിതമായ അനുഗ്രഹങ്ങൾക്ക് വഴി തുറക്കുന്ന ദൈവബന്ധങ്ങളുടെയും മനുഷ്യ നന്മകളുടെയും അടയാളമായി നമ്മുടെ പ്രാർത്ഥനകൾ മാറപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.